ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുള്ളത് ഒരു ഹെന്ന ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കുറേ ആയി ഞാനൊരു ഹെന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കുറേ ആയി, കാരണം വെച്ചാൽ 2 വർഷത്തിന് ബാക്കിലോട്ടേക്കായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വെച്ച് ഞാൻ ഹെന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നോക്കാമെന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടും മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചായപാത്രത്തിൽ നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. അത് 1/2 ഗ്ലാസ്സാണ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ 3 സ്പൂണ് നമ്മുടെ ചായപ്പൊടി എടുത്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കുക. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് ആക്കിയിട്ടാണ് ഇത് വെക്കേണ്ടത്. ഇത് നമുക്ക് ഈ പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതിന് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതിൻ്റെ പാക്ക് റെഡിയാക്കണം. അതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള നമുക്ക് ഇതിൻ്റെ ഇല കിട്ടണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നാച്ചുറൽ പൗഡർ തന്നെയാണ്. ഇത് നല്ല നൈസായിട്ട് പൊടിച്ചുള്ള പൗഡർ തന്നെയാണ്. അതെടുത്തിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെല്ലിക്ക പൗഡർ അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് നല്ലതാണ്. ഹെയറിന് മുടി വളരാനൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ ആറാൻ വെച്ചിട്ടുള്ള ചായപ്പൊടിയുടെ വെള്ളം എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കാൻ നോക്കണ്ട, കാരണം ലൂസായിപ്പോൾ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഉടച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഒന്നും കൂടി നമുക്ക് ഭയങ്കര കട്ടിയല്ല, കുറച്ച് ലൂസും അല്ലാത്ത രീതിയിലാണ് ഈ പൗഡർ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ ഇതിൻ്റെ ഹെയറിൽ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ തലയിൽ ഒട്ടും എണ്ണമയം പാടില്ല. അപ്പോൾ ഞാൻ എണ്ണ ഒട്ടും ഉപയോഗിക്കാത്ത ഹെയറാണ് ഇത്. അപ്പോൾ തലയിൽ എണ്ണയൊന്നും ഇല്ലാതെ വേണം ഈ പാക്ക് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ഹെയറിലെ ജടയൊക്കെ നന്നായിട്ട് കളയണം. ആദ്യം ഞാൻ ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഹെയറിലെ ജടയൊക്കെ കളയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ പാക്ക് ഇതിലേക്ക് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഈ പാക്ക് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടാവില്ല, അതിലേക്കാണ് നമ്മൾ ഈ പാക്ക് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അയണിൻ്റെ കണ്ടൻറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറിയിട്ട് വേറൊരു കളറായിട്ടാണ് കിട്ടുക. അതില്ലെങ്കിൽ നമുക്ക് 2 ആണി, ഇരുമ്പിൻ്റെ ആണി എടുത്തിട്ട് ഈ പാക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഈ 2 സംഭവം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയതല്ല, എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടാതെ നിൽക്കുന്നില്ല ഇങ്ങനെ ചെയ്താലൊക്കെ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരു ചട്ടിയിലിട്ട് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കൂടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറിലൊക്കെ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടീഷൻ ആക്കിയതിന് ശേഷം ഹെയർ ഓരോ സെക്ഷനാക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അവിടെ റൗണ്ടാക്കി കെട്ടിക്കൊടുക്കുന്ന പോലെ അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റിക്കി പോലെയായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. വേറൊരു ബുഷ് വെച്ചിട്ടൊന്നും നമ്മൾ കെട്ടിക്കൊടുത്ത് വെക്കുകയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഹെയറിൽ മാത്രമല്ല നമ്മുടെ തലയോട്ടിയിലേക്കും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഹെയറിൽ നല്ല സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും അതിൽ മുടി വളരാൻ വേണ്ടിയിട്ടും ഹെയറിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നെ താരനൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത്, നമ്മൾ ഈ ഹെയറിൽ ഇരുന്ന ഈ പാക്ക് നാച്ചുറൽ പാക്കാണ്. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തൊരു പാക്കും കൂടിയാണ്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഹെയറിലേക്ക് നമ്മളിത് പിടിക്കില്ല ഈ എണ്ണ ഇടുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഹെയറിൽ എണ്ണ ഇടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വേണം ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ പാക്ക് ഹെയറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം നന്നായിട്ട് ഹെയറിൽ വെച്ച് കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഹെയറിലേക്ക് നന്നായിട്ട് പിടിക്കുകയും. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സമയം എന്ന് വെച്ചാൽ ഓവർ നൈറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓവർ നൈറ്റ് വെക്കുന്ന ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് സ്റ്റോർ വെച്ചതിന് ശേഷം
മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തലേ ദിവസം നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ പാക്ക് റെഡിയാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിച്ചാലും മതി. ഇല്ലെങ്കിൽ രാവിലെ ഈ പാക്ക് റെഡിയാക്കിയിട്ട് വൈകുന്നേരം സമയത്ത് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നും പ്രശ്നമില്ല. നല്ല നാച്ചുറലായി പാക്ക് ആയതുകൊണ്ട് സൈഡ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരികയില്ല കേട്ടോ. ഫൈനലി നമ്മൾ ഫുൾ ഇത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമ്മളിത് ഹെയറിൽ തന്നെ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കണം. എന്നതിന് ശേഷം നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഷാമ്പൂ ഇട്ടിട്ട് ഒരിക്കലും തന്നെ വാഷ് ഔട്ട് നിൽക്കണ്ട. കാരണം വെച്ചാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കളറും പോകും, ഇതിൻ്റെ ഗുണവും പോകും, എല്ലാം നഷ്ടപ്പെടുക ചെയ്യുക. അപ്പം നമ്മൾ പാക്ക് ഇട്ടത് വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ് പാക്ക് നമ്മൾ ഷാമ്പൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കെന്തായാലും വാഷ് ഔട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നാളെ കാണിച്ചു തരാം ഗൈസ്. അല്ലാതെ ഇന്നെന്തായാലും മുടിയൊക്കെ ഉണങ്ങിയിട്ട് ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങിയിട്ട് സമയം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇപ്പം ഞാൻ എന്തായാലും വീഡിയോയിൽ തന്നെ ഇതിൽ തന്നെ ഇട്ട് വെക്കും. ഇതിലൂടെ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹെയറിലുള്ളത് അത് ഞാൻ നമ്മുടെ കളർ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മളെ മൈലാഞ്ചിൻ്റെ കളറല്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഹെയറൊക്കെ നല്ല കയ്യിൽ തൊടാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമാണ്. പിന്നെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. ഒന്നാമത് നമ്മൾ ഹെയറിൽ ഓയിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഭയങ്കര ഡ്രൈനെസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്തെല്ലാം കൊടുക്കാം. വീണ്ടും ഒന്ന് ഹെയർ വാഷ് ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയറിൽ ഓയിലോ അല്ലെങ്കിൽ സിറമോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.